ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിഷ്യൂ പേപ്പറിൽ എങ്ങനെയാണ് ചെറുപയർ മുളപ്പിക്കുക എന്നിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വേറെ മെത്തേഡിൽ കാണിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ ലാസേഴ്സ് കുക്കിംഗ് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ കാണാം. അതിലും ഈസിയായ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ലാസേഴ്സ് കുക്കിംഗ് നിങ്ങളിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇത് ഞാൻ 2 കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഞാൻ ഇന്നലെ രാത്രി ഒരു 9:30-10 മണിക്കാണ് ഇതിട്ട് വെച്ചപ്പോൾ രാവിലെ ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഈ പാത്രത്തിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിക്കൊണ്ട് ഇത് വെള്ളം ഒന്ന് വാർന്ന് വരെ വെക്കട്ടോ. അപ്പോൾ ഇത് ഞാനിത് സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളം വാരാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതൊരു ഓട്ടയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പർ ഇതങ്ങനെ 2 വളരെ നേർമ ടിഷ്യൂ പേപ്പർ 2 തട്ടായി ഇങ്ങോട്ട് മടക്കിയും കൊണ്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറുപയർ മൊത്തം പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളം ഡ്രൈ ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒലിച്ചു പോണ വെള്ളം മാത്രമാണ് പോയിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായി ഒരേ മാതിരി ഒന്ന് പരത്തിയും കൊണ്ട് നമുക്കിതിൽ മുകളിലായിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, നനച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കോട്ടൻ്റെ ഒരു തുണി നന്നായി നനച്ച് ഫുള്ള് കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് രാവിലെയാണ് വെക്കുന്നത്. അപ്പോൾ വൈകുന്നേരം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ വെള്ളമൊക്കെ വാർന്ന് വെച്ച് ഇപ്പോൾ ഇന്ന് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെയാണ് ഞാൻ അയച്ച് നോക്കുന്നത്. നോക്കൂ, ചെറുപയർ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറെ മെത്തേഡാണ് കേട്ടോ ആദ്യം കാണിച്ചത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ടാണ് ഞാൻ മുളപ്പിച്ചിട്ടത്. നന്നായി മുളച്ചിട്ടുണ്ട്. കാരണമില്ലേ, ഇനി നമുക്കിത് വേറൊരു കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റി നോക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഈ പുറത്ത് കൂടിയൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ രാത്രി കൊണ്ട് തന്നെ പുറത്ത് കൂടിയൊക്കെ ടിഷ്യൂ പേപ്പറിൻ്റെ ഇത് ഒരു ദിവസം കൂടി വെക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ മുളയും താഴത്തേക്ക് വന്നുകൊണ്ട് ഇതിങ്ങനെ ഇല പോലെ വരും കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റാം. ഞാനൊരു ഡബ്ബ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഇതിനകത്ത് തന്നെ പോരുട്ടാ, മുഴുവനായിട്ട് ഇങ്ങനെ പോരും. കാണുന്നില്ലേ, നോക്കൂ നന്നായി. ആ ടിഷ്യൂ പേപ്പർ ഇതിൽ പറ്റി പിടിച്ചേക്കില്ല, ഇതിമൊന്നും ആയിട്ടില്ല കേട്ടോ. കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെയുള്ള ഒരു പാത്രത്തിൽ വെച്ചും കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ചെറുപയർ മുളപ്പിച്ചെടുക്കട്ടെ. നന്നായി മുളച്ചിട്ടുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട്. ഇത്രയും ചെറുപയർ ഇങ്ങനെ മുളപ്പിച്ച് ഉണ്ടാക്കി തിന്നാനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? നല്ലൊരു ബെനിഫിറ്റുള്ള കാര്യമാണ് കേട്ടോ. ഇതായിട്ട് തോരൻ വെച്ചും എല്ലാം കഴിക്കണം. അതിൽ അങ്ങനെ ഒന്നും പറ്റി പിടിച്ചിട്ട് പോലുമില്ല. കുറച്ച് പറ്റിയത് ഇങ്ങനെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ നോക്കൂ, നന്നായി മുള വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുളയൊക്കെ താഴേക്ക് വന്നുങ്ങാണ്ട് ഇങ്ങനെ നമ്മൾ ഈ ചെറുപയർ ഇങ്ങനെ മുകളിലേക്ക് ചെറുതായി ഇല വരും കേട്ടോ. അപ്പോൾ കുറച്ച് ഇല ആയിങ്ങാണ്ടുള്ളൊരു ചെറുപയർ മുളപ്പിക്കലുണ്ടല്ലോ, അതേപോലെ കിട്ടും. അപ്പോൾ ഞാൻ ഈ അറിയാത്തവർക്ക് വേണ്ടി വീണ്ടും കാണിക്കുകയാണ്. നിങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ ചെറുപയർ മുളപ്പിച്ചൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ പെട്ടെന്ന് ആയിക്കിട്ടും. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്നും സലാഡിൽ ഒന്ന് സ്റ്റീം ചെയ്തുങ്ങാണ്ട് കുറേശ്ശെ ഇത്ര പോലെ സലാഡിൽ ഇങ്ങനെ ചേർത്ത് കഴിച്ചാലും നന്നായി വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത്രയും ഒരു ബെനിഫിറ്റുള്ളൊരു സാധനം നിങ്ങൾ എങ്ങനെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും ചെറുപയർ മുളപ്പിച്ച ഏത് പിന്നെ പയർ വർഗ്ഗങ്ങൾക്കും നല്ല ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ആ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നിൽക്കാന്നല്ലാതെ നമ്മളെ ചെറുപയറൊന്നും അതിൽ പറ്റി പിടിച്ചിട്ട് ഈ ചെറുപയറുമ്മക്ക് ടിഷ്യൂ പേപ്പർ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല ഒരു എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെറുപയർ മുളപ്പിക്കൽ അറിയാത്തതിനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുപയർ വെള്ളത്തിലിടണമെന്ന് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു 8-9 മണിക്കൂർ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് സ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരു ഓവർനൈറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുപയർ മുളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്ക് മാറ്റുകയാണ് കേട്ടോ. കാരണം ഇതിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ നല്ല സുഖമാണ്. ഇത് അടച്ചും കൊണ്ടിട്ട്. അപ്പോൾ ഇതിലാവുമ്പോൾ കുറച്ച് സ്പേസ് കുറേ കിട്ടും. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു കണ്ടെയ്നർ ഉണ്ട് കേട്ടോ.
അപ്പോൾ ചിലവരൊക്കെ പറഞ്ഞേക്കാം ചെറുപയർ മുളപ്പിച്ച് പിന്നെ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ജായി സ്മെല്ല് വരുന്നുണ്ട്, ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം എടുക്കുമ്പോഴത്തേക്ക് സ്മെല്ലായിട്ട് ഇത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മുളപ്പിച്ച് എടുക്കുമ്പോഴത്തേക്ക് സ്മെല്ല് വരുന്നുണ്ട്. അതൊക്കെ വെള്ളം ശരിക്കും സ്ട്രെയിൻ ചെയ്ത് പോവാത്തതുകൊണ്ടാണ് കേട്ടോ മുളപ്പിക്കുമ്പോൾ ഒക്കെ പിന്നെ സ്മെല്ല് വരുന്നത്. ഇപ്പോൾ ഇതെനിക്ക് തന്നെ നന്നായി ഡ്രൈ ആയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നോക്ക് നന്നായി ഒരൊറ്റൊന്നുമില്ലാതെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നന്നായി മുള കൊട്ടിയിട്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്തും കൊണ്ട് ഇങ്ങനെ വെച്ചും കൊണ്ടാണ് ഇത് അടച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളമൊന്നും ഇറങ്ങാതെ നന്നായി നമുക്ക് 4 ദിവസം 5 ദിവസം വെച്ച് നമുക്കിത് എന്തും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ക്യാരറ്റും പിന്നെ ചെറുപയർ മുളപ്പിച്ചുള്ള തോരൻ ഉണ്ടാക്കിയെടുക്കുക, എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ചെറുപയർ സ്മെല്ലില്ലാതെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈസി മെത്തേഡിൽ ചെറുപയർ മുളപ്പിച്ചിലൊന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ ഞാൻ ഇനിയും വരുമെങ്കിലും മുന്നിൽ അടുത്തൊരു വെറൈറ്റി ഡിഷുമായിട്ട് അതുവരേക്കും ടാറ്റാ ബൈ സി യു.